തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക്. വന്ദേമാതര ഗാനാലാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രതികരണം വളരെ ചെറുതാണ്, കേൾക്കാം. നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമപരമായിട്ട് പറയുന്നത്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിനെ അധിക്ഷേപിക്കുകയോ അത് ചെയ്യാൻ. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇത് വസ്തുതാപരമായിരുന്നോ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വരുന്നൊരു ചോദ്യം. അതുകൊണ്ടാണ് ഇന്നിത് ആലപിക്കപ്പെടുമോ ഇല്ലയോ എന്നൊരു സംശയവും ചർച്ചയും പോലും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് കൂടിയാണ്. ഇത് വസ്തുതാപരമായിരുന്നുവോ? വസ്തുതാപരമായിരുന്നോ എന്നതുകൊണ്ട് മധു എന്താണ് ഉദ്ദേശിച്ചത്? നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അതിന് പ്രകാരം മുഴുവനായി വസ്തുതാപരമല്ല എന്ന് തോന്നിയത് മുഴുവനായി ആലപിക്കണം എന്ന അങ്ങേക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ഞാനത് കേൾപ്പിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ ഞാൻ കേട്ടിരുന്നതാണ്. അങ്ങയുടെ ചോദ്യത്തിന്റെ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നുണ്ട്. നിയമം പാസ്സാക്കിയിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ആലപിക്കണം. അവിടെ നാം രണ്ട് ഭാഗങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നിയമം പാസ്സാക്കിയിട്ടുണ്ട്, അപ്പൊ ഈ 71 നിയമം ഭേദഗതി ചെയ്ത് സെക്ഷൻ 3 വന്ദേ മാതരത്തിനെ കൂടെ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പൊ സെക്ഷൻ 3 പ്രകാരം രണ്ട് തരത്തിൽ ഈ വന്ദേ മാതരം അല്ലെങ്കിൽ ദേശീയ ഗീത ആലാപനവുമായി ബന്ധപ്പെട്ട് നമ്മളത് തടസ്സപ്പെടുത്തുകയോ അത് ഡിസ്റ്റർബ് ചെയ്യുകയോ ചെയ്താൽ എയും ബിയിലും ഈ രണ്ട് ആസ്പെക്റ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒഫൻസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇത് പൂർണ്ണമായിട്ടും ചൊല്ലണം. അത് 1971 നിയമ ഭേദഗതിയിലല്ല അത് പറഞ്ഞിരിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിലാണ്. കേന്ദ്ര സർക്കാരിന്റെ സർക്കുലറിൽ പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംസ്ഥാനങ്ങൾക്ക് ബൈൻഡിങ് അല്ല. വേറസ് ഈ നാഷണൽ ഓണർ ആക്ട്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്നത് പാർലമെന്റിൽ പാസാക്കിയ നിയമമായതുകൊണ്ട് ഇന്ത്യയിലെമ്പാടും അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഈ പൂർണ്ണമായിട്ടും ചൊല്ലണം എന്നുള്ളത് സർക്കുലറാണ് എന്നുള്ളത് കൊണ്ട് അതിനകത്ത് ഇന്ത്യയിലെമ്പാടും ആപ്ലിക്കബിലിറ്റി ഇല്ല. അങ്ങനെ ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് ശഠിക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയുകയില്ല എന്ന് ചോദിച്ചാൽ, ഈ ഭരണഘടനയിൽ ദേശീയ ഗീതത്തിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഭരണഘടനയുടെ 7ാം പട്ടികയിലാണ് നിയമനിർമ്മാണ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നത്. അതിനകത്ത് ഈ ദേശീയ ഗീതം എന്ന് പറയുന്ന ഒരു പരാമർശമില്ല, ദേശീയ ഗാനത്തിനെ കുറിച്ചും ഒരു പരാമർശമില്ല. അപ്പൊ എങ്ങനെയാണ് പാർലമെന്റ് നിയമം ഉണ്ടാക്കിയത്? ഭരണഘടനയുടെ 248 വകുപ്പ് അനുസരിച്ച് ശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിയമം നിർമ്മിക്കാൻ കഴിയുന്ന ഈ സബ്ജക്ട്സ് അത് 7ാമത്തെ പട്ടികയിൽ പറയുന്നുണ്ട്. അവിടെ ഒന്നും പറയാത്ത വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ആ ശിഷ്ടാധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ 1971 നിയമം വന്നിരിക്കുന്നത്. അപ്പൊ ആ നിയമം വാലിഡ് ആണ്, സംസ്ഥാനങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ നിയമത്തിൽ പറയാത്ത ഒരു വിഷയമാണ് ഈ സർക്കുലർ വഴി അത് കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗൈഡ് ലൈനിന്റെ ഒരു പവർ മാത്രമേ അതിനുള്ളൂ എന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ചൊല്ലണമെന്നുള്ളത് അതൊരു ഗൈഡ് ലൈനായിട്ട് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. സർക്കുലർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവുകളൊക്കെ നിയമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിമിതമായിട്ട് അതിന് ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അത് നിയമമാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് നിയമമാണ്. കേന്ദ്രത്തിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അത് വന്നിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിയമം ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ലോ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കേരള സർക്കാർ പരിപാടിയിൽ നിന്ന് അത് ഒമിറ്റ് ചെയ്തത് 71 നിയമത്തിന്റെ ലംഘനമായിട്ട് കണക്കാക്കുവാൻ കഴിയുകയില്ല. Debate with Madhu Saji.